നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി എന്ന് ആണ് പ്രസ്ഥാനത്തിൻ്റെ പേര്. പക്ഷേ ഐക്യം കാണുന്നില്ല. എല്ലാവരും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരത്തിലാണ്. ജനങ്ങൾക്കിടയിൽ നിന്നും മത്സരിച്ച് ജയിക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. ക്രിക്കറ്റ് കളിയിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്ലെഡ്ജിങ് എന്നുള്ളത്. ഇതിൽ എല്ലാവർക്കും ക്രിക്കറ്റ് കളിയെക്കുറിച്ച് അറിയാമെന്ന് വിശ്വസിക്കുന്ന എന്നെ കേൾക്കുന്നവർക്ക്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് പോലുള്ള ടീമുകൾ എതിരാളികളെ സ്ലെഡ്ജ് ചെയ്ത് വീഴ്ത്താൻ മിടുക്കരാണ്. അതുപോലൊരു ക്യാപ്റ്റനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി.ഡി. സതീശൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരിക്കലും കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ ഞാൻ ഒന്ന് വിലയിരുത്തുകയാണ്. സ്ലെഡ്ജിങ്ങിലൂടെ മുഖ്യമന്ത്രിയെ വരെ വീഴ്ത്താൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തു. ഭരണം വീണു. എൻ്റെ മാത്രം കാഴ്ചപ്പാട് ഞാൻ പറയുകയാണ്. കാരണം അദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് മുഖ്യമന്ത്രിയെ സ്ഥിരമായി പിന്തുടരുന്നുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കുകളും കേട്ടുകൊണ്ട് അത് കൃത്യമായി ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ, ജനങ്ങളുടെ മനസ്സിൽ ഒരു ജനവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ മിടുക്ക് കാണിച്ച ഒരാളാണ് ശ്രീ വി.ഡി. സതീശൻ എന്ന് പറയുന്നത് വ്യക്തി. മുഖ്യമന്ത്രി ഒന്ന് കണ്ണുരുട്ടിയാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതുകൊണ്ട് മുഖ്യമന്ത്രി എന്നെ നോക്കി കണ്ണുരുട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം ജനങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റും. അല്ലെങ്കിൽ ആവേശം കാണിക്കേണ്ട സ്ഥലങ്ങളിൽ അദ്ദേഹം ആവേശം കാണിക്കും. മറ്റൊരാളെ കൊണ്ട് ക്രിക്കറ്റിലെ ഒരു കഥ പറയുകയാണെങ്കിൽ തന്നെ ഏറ്റവും കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള വ്യക്തിയാണ് ശ്രീ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ബാറ്റ്സ്മാൻ. അദ്ദേഹം വരെ പലതരത്തിലും പല സമയങ്ങളിലും സ്ലെഡ്ജിങ്ങിൽ വീണ് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എതിരാളിയായ സച്ചിനെ തകർക്കാൻ, മാനസികമായിട്ട് തകർക്കാനും അദ്ദേഹത്തിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്താനും വേണ്ടി ഓസ്ട്രേലിയൻ ടീമാണെങ്കിൽ ബൗളറെ കൊണ്ടും അല്ലെങ്കിൽ തൊട്ടുപുറകിൽ കീപ്പ് ചെയ്യുന്ന കീപ്പറെ കൊണ്ടും സ്ലിപ്പിൽ നിൽക്കുന്ന ഫീൽഡറെ കൊണ്ടും എല്ലാവരെ കൊണ്ടും നിരന്തരം ഈ വ്യക്തിയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, നീ ഒന്ന് കളിക്ക് നോക്കട്ടെ, നീ സിക്സ് അടിക്ക് നോക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പുറകിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഈ വ്യക്തിയുടെ മാനസികമായിട്ടുള്ളൊരു ടെമ്പർ തെറ്റും, ആ കോൺസെൻട്രേഷൻ പോവും. അപ്പം എന്ത് ചെയ്യും? ഇദ്ദേഹം അനാവശ്യമായി ആ വാക്കുകൾ കേട്ടിട്ട് അതിനുള്ള പ്രതികാരം ഈ ബോളറുടെ നേരെ കാണിച്ചുകൊണ്ട് അനാവശ്യ ഷോട്ട് കളിച്ചുകൊണ്ട് ഒന്നില്ലെങ്കിൽ വിക്കറ്റ് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫീൽഡർക്ക് ക്യാച്ച് കൊടുത്തിട്ടോ അദ്ദേഹം ഔട്ടായി പോകും. ആ ഒരു തന്ത്രമാണ് ശ്രീ വി.ഡി. സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ പ്രയോഗിച്ചത്. മറ്റൊരു സംസ്ഥാനത്തെ MLA കൊണ്ട് പോ മോനെ ദിനേശ എന്ന് വിളിപ്പിച്ചു. തിരിച്ച് മുഖ്യമന്ത്രി പോ ഡാഷ് മോനെ എന്ന് വിളിച്ചപ്പോൾ ഉടനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് കരഞ്ഞു. അങ്ങനെ ഒരു മുഖ്യമന്ത്രി വിളിക്കാമോ? ഡാഷ് മോനെ എന്ന് പറയാമോ? അതൊരു മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കൂടി. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ് ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ ജയിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി തന്നെ മുഖ്യമന്ത്രി ആവട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രകടനം ജനങ്ങൾ കാണട്ടെ. നമ്മൾ സൂപ്പർ താരത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ പോയപ്പോൾ സിനിമയിൽ വേറൊരു വ്യക്തിയാണ് നായകൻ എന്ന് പറഞ്ഞ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. മറ്റൊരാളാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കപ്പെടുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അതൊരു നിരാശ ജനിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആരെ കണ്ടിട്ടാണോ, ആരുടെ പ്രകടനം കണ്ടിട്ടാണോ ജനങ്ങൾ വിലയിരുത്തിയത്? സച്ചിൻ്റെ ബാറ്റിങ്ങിൽ കണ്ടിട്ട് ജനങ്ങൾ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറാണ് ആ ഒരു കളിയെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറാണ് മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയാം. അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യിച്ച കോച്ചല്ല ഒരിക്കലും. കോച്ചിന് പങ്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പ്രകടനം കാഴ്ചവെച്ചത് അവിടെ സച്ചിൻ ടെണ്ടുൽക്കറാണ് ആ ഗ്രൗണ്ടിൽ. അതുപോലെ ആയിക്കട്ടെ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരിക്കലും കോൺഗ്രസ്സുകാരനല്ല, ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ സ്ലെഡ്ജിങ്ങിൽ കേമനാണ് അദ്ദേഹം. അപ്പോൾ തിരിച്ചും അദ്ദേഹത്തെ ഇതേപോലെ സ്ലെഡ്ജ് ചെയ്യാനും അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം അതിന് ചിലപ്പോൾ ഇരയായിക്കൂടാന്നില്ല. ഇത് പ്രതിപക്ഷ പാർട്ടിക്ക് ശ്രമിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.